ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു എല്ലാവർക്കും വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ നിശ്ചയമായും ദൈവം നമുക്ക് മറുപടി തരും. പരിപൂർണമായി നമുക്ക് വിശ്വസിക്കാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മൾ ഈ ദിവസങ്ങളിലും ചിന്തിക്കുന്നത് അതേ വിഷയമാണല്ലോ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യ പ്രവർത്തികൾ. വളരെ വേഗം സ്തോത്രം ആ ചിന്തയിലേക്ക് നമ്മൾ പിന്നെയും പ്രവേശിക്കാനായി ഒരുങ്ങുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുക. ആമേൻ. ശ്രദ്ധയോടെ നിങ്ങളായിരിക്കുക. വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. അതിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നമ്മൾ വായിച്ച ആ വാക്യം 77-ാം സങ്കീർത്തനം അതിൻ്റെ 14. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ആകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം പറഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്നത്? അത് അവൻ അത്ഭുതം ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് അവൻ ദൈവമായതുകൊണ്ടാണ്. സ്തോത്രം. അവൻ അത്ഭുതം ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സ്തോത്രം. അതുപോലെ തന്നെ നമ്മൾ പറയുകയുണ്ടായി, അത്ഭുതം എന്ന വാക്കിനോട്, മിറക്കിൾ എന്ന വാക്കിനോട് ആമേൻ സ്തോത്രം തത്തുല്യമായി ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പദങ്ങളൂടെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. അടയാളങ്ങൾ, വീര്യ പ്രവർത്തികൾ. സ്തോത്രം. ഇത് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. സ്തോത്രം. ആമേൻ. അവിടെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഡൈനാമിസ്. ആമേൻ. ഇന്നലെ ഇല്ലാത്തവർ കൂടെ ഒന്ന് ആവർത്തിക്കുന്നതേ ഉള്ളൂ. ഡൈനാമിസ്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ ദൈവശക്തി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഡൈനാമിസ്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത പദം ഏതാ? അടയാളങ്ങൾ, സൈൻസ്. അതിന് പറഞ്ഞ പേര് എന്തുവായിരുന്നു? സിമിയോൻ അല്ലേ? സിമിയോൻ ആ പദമാണ് ഉപയോഗിച്ചത്. ആമേൻ. എന്ന് പറഞ്ഞാൽ മിറക്കിൾസ് വിത്ത് എ മെസ്സേജ്. ഒരു സൈൻ, ഒരു പ്രൂഫ്. എന്തിലോ, എന്തിനു വേണ്ടിയോ, എന്തിലേക്കോ ചൂണ്ടിക്കാണിക്കുന്ന ഒരടയാളം. ഒരത്ഭുതം നടക്കുമ്പോൾ അതൊരു സൈനാണ്. കാരണം അത് ചെയ്തവനിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സ്തോത്രം. ഒരു സത്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക. അപ്പോൾ തന്നെ അടുത്ത പദം എന്തായിരുന്നു? വീര്യപ്രവർത്തികൾ, വണ്ടേഴ്സ്, ടെറാസ് എന്ന പദമാണ് നമ്മൾ ഉപയോഗിച്ചത്. സ്തോത്രം. അവിടെ സ്തോത്രം ഐ മീൻ ഇമോഷണൽ റിയാക്ഷൻസ് ആണ്. അതായത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മനസ്സിനെ ഇളക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചെങ്കടൽ വിഭാഗിച്ചപ്പോൾ അവിടെ ഈ മൂന്ന് കാര്യങ്ങളും ഒരേപോലെ നടന്നു. സ്തോത്രം. ഒന്ന്, ദൈവത്തിൻ്റെ അത്ഭുതം നടന്നു. അപ്പോൾ തന്നെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ദൈവമായ യഹോവ ഒരു കാര്യം പ്രൂവ് ചെയ്യുകയാണ്. വിളിച്ച ദൈവം സർവശക്തനായ ദൈവമാണെന്ന് പ്രൂവ് ചെയ്യുകയായിരുന്നു. അതായിരുന്നു സൈൻ. അപ്പോൾ തന്നെ ജനത്തിൻ്റെ ഹൃദയത്തിലും ഫറവോൻ്റെ മുൻപിലും ആമേൻ അതൊരു അത്ഭുതമായത്, വണ്ടറായിരുന്നു. സ്തോത്രം. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ആമേൻ സിനേരിയകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ആമേൻ. മാനസാന്തരത്തിലേക്ക്, ചില അത്ഭുതങ്ങൾ കാണുമ്പോൾ മാനസാന്തരത്തിലേക്ക് ദൈവം നമ്മളെ നടത്തും. ആമേൻ. ചില വീര്യപ്രവർത്തികൾ, ആമേൻ, ചില അത്ഭുതങ്ങൾ അതിനു വേണ്ടിയാണ് ദൈവം ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ കാലഘട്ടത്തിൽ നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ എന്നുള്ളതായിരുന്നു നമ്മുടെ അവസാനത്തെ വിഷയം. പ്രാർത്ഥിക്കണം. അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതാണ് ഇന്നും നമ്മുടെ നടുവിൽ അത്ഭുതങ്ങളെ ദൈവം വിളിച്ചു വരുത്തും. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 29, 30, 31 വാക്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പോൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചിരുന്നു. എന്ത്? അത്ഭുതങ്ങളും അടയാളങ്ങളും. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് രാത്രി നമുക്കും പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അടയാളങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വീര്യപ്രവൃത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ആമേൻ ചിന്ത ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുമോ, എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതമൊന്നും നടക്കാറില്ല. ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടക്കത്തില്ല എന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് പിശാചിൻ്റെ ചിന്തയാണ്. കാരണം
ഇന്നും ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒന്നാണ് ദൈവപ്രവർത്തികൾ. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ഈ ദൈവം ഇടപെടും. നമ്മുടെ നോർമൽ ലോ, അതാണ് ഞാൻ ചിന്തിച്ചത്, സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് ദാറ്റ് ഇൻട്രാക്ട്സ് നേച്ചർ, നാച്ചുറൽ ലോ, പ്രകൃതിയുടെ നിയമത്തെ ഖണ്ഡിക്കുന്ന ദൈവിക നിയമങ്ങൾ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയുകയുണ്ടായി, മാനുഷിക ലോകത്ത്, ഭൗതിക ലോകത്ത് ആത്മീക ലോകം ഇടപെടുമ്പോൾ എന്ത് സംഭവിക്കും? അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ചിന്ത തുടരുമ്പോൾ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കാണും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ, അല്ല, ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയത്. ഇന്ന് രാത്രിയിൽ അതിൻ്റെ തുടർന്ന അനന്തര ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്തോത്രം, വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിങ്ങളുമായി ഇന്ന് രാത്രി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്താ ഞാൻ പറഞ്ഞേ? എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല, അല്ലെങ്കിൽ ദൈവികമല്ല. നോട്ട് ഓൾ മിറക്കിൾസ് ആർ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നല്ലാത്ത അത്ഭുതങ്ങളും അന്നും നടന്നിരുന്നു, ഇന്നും നടന്നിരുന്നു. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അത്ഭുതത്തിൻ്റെ ഒരു പ്രത്യേകത, അത്ഭുതം എവിടെയുണ്ടോ അവിടെ ആള് കൂടും. എന്നാ പറഞ്ഞേ? അത്ഭുതം എവിടെയുണ്ടോ അവിടെ ആള് കൂടും. അതുകൊണ്ട് അത്ഭുതം ഒരു അട്രാക്ഷനാക്കി വെച്ച ഒത്തിരി സഭകളുണ്ട്. സ്തോത്രം. അങ്ങനെ ഓടിക്കൂടുന്നവരുടെ ഒരു ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, അറ്റ് എനി കോസ്റ്റ് അവരുടെ പ്രശ്നം പരിഹരിക്കണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി, അവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും എവിടെ പരിഹരിച്ച് കിട്ടും അവിടേക്ക് അവരെന്ത് ചെയ്യും? ഓടിപ്പോകും. പക്ഷെ വേദപുസ്തകം അങ്ങനെ ഒരു നിലപാടല്ല ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അത്ഭുതങ്ങളുടെ പുറകെ ഓടിപ്പോകുമ്പോൾ മറക്കരുത്, അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. എല്ലാ അത്ഭുതങ്ങളും, എല്ലാ വീര്യപ്രവൃത്തികളും, എല്ലാ അടയാളങ്ങളും ദൈവത്തിൽ നിന്ന് ആയിരിക്കണമെന്നില്ല. സ്തോത്രം. വിടുതൽ നടക്കും, സൗഖ്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, വഴികൾ തുറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ ഈ നാളുകളിൽ ദൈവസഭ പ്രാർത്ഥിക്കണം. എല്ലാ പ്രവചനങ്ങളുടെ പുറകെയും എല്ലാ വിടുതലിൻ്റെ പുറകെയും ദൈവമക്കൾ പോകരുത്. ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിക്കാതെ ഒരു സ്റ്റെപ്പും എടുത്ത് വയ്ക്കരുത്. ബൈബിൾ പഠിച്ചാൽ പ്രിയരെ, വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്തോത്രം. കർത്താവ് പരീക്ഷിക്കപ്പെട്ട് കൊണ്ട് നിൽക്കുമ്പോൾ, പരീക്ഷകൻ അടുത്ത് വന്നപ്പോൾ സാത്താനായ പിശാച് ദൈവത്തോട് പറയുന്ന, യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യ്, നീ എന്ത് ചെയ്യ്, ഈ കല്ല് അപ്പമാകാൻ പറയുക എന്ന് പറഞ്ഞപ്പോൾ ഭൗതിക ആവശ്യമായിരുന്നില്ല കർത്താവിൻ്റെ പ്രിഫറൻസ്. കർത്താവ് എന്നാ പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രശ്നം മാറിയത് കൊണ്ടല്ല നമ്മൾ ദൈവമക്കളായത്, പ്രശ്നം മാറുന്നത് കൊണ്ടുമല്ല നമ്മൾ ദൈവമക്കളാകുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണം എന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പരിഹാരം കിട്ടുന്നില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറണം. അതാ പൗലോസിനോട് പറഞ്ഞ, പൗലോസേ, ഈ പരിഹാരം നീ പ്രതീക്ഷിക്കേണ്ട. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും, എൻ്റെ കൃപ നിനക്ക് മതി. എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, പൗലോസ് അതുകൊണ്ട് തൃപ്തനായെന്നുള്ളതാ. എത്ര പേരുണ്ട് എൻ്റെ കൂടെ ഇന്ന് രാത്രി? പിന്നെ പൗലോസ് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പിന്നെ പൗലോസ് ആ വിഷയത്തിന് വേണ്ടി കരഞ്ഞില്ല, പിന്നെ പൗലോസ് ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെട്ടില്ല. ഒരു ദൈവശബ്ദം, എന്താ? എൻ്റെ കൃപ
നിനക്ക് മതി. ഇന്ന് രാത്രിയിൽ, ഈ രണ്ടാമത്തെ രാത്രി, ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ പരിഹാരം കണ്ടില്ലെങ്കിലും അതിൻ്റെ നടുവിലൂടെ നിന്നെ നടത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. ആ കൃപയുടെ പ്രത്യേകത, ആ പ്രശ്നത്തിൻ്റെ മീതെ നീ നടക്കാൻ തുടങ്ങും. ആ പ്രശ്നം നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. എത്ര പേര് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങനെ ഒരു കൃപ എനിക്ക് വേണം, അങ്ങനെ ഒരു ശക്തി എനിക്ക് വേണം. എൻ്റെ ചില ബലഹീനതകളുണ്ട്, എൻ്റെ ചില പോരായ്മകളുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ചില വ്യഥകളുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ചില വേദനകളുണ്ട്. ആ വേദനകൾ പരിഹരിച്ച് തന്നിട്ട് ഞാൻ കർത്താവിനെ സേവിക്കാമെന്നല്ല നമ്മൾ പറയേണ്ടത്. പിന്നെ കർത്താവ് ഇത് പരിഹരിച്ചെന്ന നാൾ വരെ, അല്ലെങ്കിൽ ഇതിനി പരിഹരിച്ചില്ലെങ്കിലും അത് കൈകാര്യം ചെയ്ത് അതിലൂടെ മുൻപോട്ട് പോകാൻ ഒരു കൃപ എനിക്ക് വേണമെന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെയും ഒരു ക്രിസ്തീയ ജീവിതമുണ്ട്. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവനടിച്ചാലും അവൻ. ഇതൊരു ഭക്തൻ്റെ ഹൃദയത്തിനകത്തെ, ഒരു ദൈവവൈദ്യൻ്റെ ഹൃദയത്തിനകത്തെ ധൈര്യമായിരിക്കണം. എന്നെ അവൻ അടിച്ചാലും, ഞാൻ ചില നാളുകൾ റൂമിനകത്ത് ഇരുന്നാലും, ഞാൻ ചില പ്രശ്നത്തിനകത്ത് കടന്നുപോയാലും എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ മാത്രമേ നമുക്കൊരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാനൊക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. എല്ലാ അത്ഭുതങ്ങളും ദൈവികമല്ല. നേർച്ച ചെയ്താൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, മെഴുകുതിരി കത്തിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും, ഉരുണ്ടാൽ അത്ഭുതങ്ങൾ നടക്കും, തീർത്ഥയാത്രകളിൽ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കാം. ആമേൻ, സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടൊരു പ്രാർത്ഥനാ വിഷയം, സ്തോത്രം, ചെറിയ ബുക്കുകളുടെ ഇടയിൽ വെച്ചപ്പോൾ ആ വിഷയത്തിന് പരിഹാരം കിട്ടിയെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ആമേൻ, സ്തോത്രം, അനാത്മീകമായ ദൈവികമല്ലാത്ത സൗഖ്യങ്ങളും വിടുതലുകളും നടക്കുമ്പോൾ ദൈവമക്കൾ വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിൽ നിന്നല്ലാത്ത ഒരു സൗഖ്യവും, ദൈവത്തിൽ നിന്നല്ലാത്തൊരു വിടുതലും, ദൈവത്തിൽ നിന്നല്ലാത്ത ഒരു ഉയർച്ചയും എനിക്ക് വേണ്ടെന്ന് പറയാൻ ദൈവമക്കൾക്ക് തൻ്റെ ഇടമുണ്ടാകണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം തരുന്ന വിടുതൽ എനിക്ക് മതി, ഇനി ദൈവം എനിക്ക് വിടുതൽ തന്നില്ലെങ്കിൽ എനിക്ക് ആ വിടുതൽ വേണ്ടെന്ന് പറയണം. അതാ ഒരു ഭക്തൻ്റെ നിലപാട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. എങ്ങനെയെങ്കിലും എനിക്ക് വിടുതൽ വേണമെന്നല്ല, സ്തോത്രം, എങ്ങനെയെങ്കിലും എനിക്ക് അത്ഭുതം കാണണമെന്നല്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്താൽ അത് മതിയെന്ന് പറയുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ആമേൻ നമുക്ക് കാണുമ്പോൾ, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8 മുതൽ, സ്തോത്രം, വായിച്ചാട്ടെ. യഹോവ മോശയോടും അഹ്റോനോടും, ഫറവോൻ നിങ്ങളോടൊരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുഖം മുമ്പാകെ നിലത്തിടുക. ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹ്റോൻ. അപ്പം ഫറവോൻ അത്ഭുതത്തെ പറ്റി നല്ല പരിചയമുണ്ട്. ഫറവോന് അത്ഭുതത്തെപ്പറ്റി നല്ല പരിചയമുണ്ട്. കാരണം എന്താ? അവൻ്റെ കൂടെ ഉണ്ട് ആൾക്കാർ എന്തോ ചെയ്യുന്നേ, അത്ഭുതം ചെയ്യുന്നവർ. വായിച്ചോ. നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം, അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹ്റോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹ്റോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രയീമ്യ തന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ താന്താന്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. നിങ്ങൾ അവിടെ ഒരു ചില വാക്കുകൾ ശ്രദ്ധിച്ചേ. തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. വേറെ അത്ഭുതമല്ല കാണിച്ചേ, അതുപോലെ ചെയ്തു. അതിൻ്റെ ഇംഗ്ലീഷിൽ എന്നെ കൊടുത്തേക്കെന്ന് അറിയാവോ? They were able to do the same thing as Aaron. അവരെന്താണോ ചെയ്തത്
അതേ കാര്യം നമ്മുടെ ഭാഷയെ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കൗണ്ടർ ഫീറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്. ഈ പിശാചിൻ്റെ ഏറ്റവും വലിയ പരിപാടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കും. ഇന്ന് പലരും ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പുറകെയാണ് നടക്കുന്നത്, ഒറിജിനൽ വേണ്ട. അഹരോന്റെ വടി താഴെ വീണ് പാമ്പായപ്പോൾ മന്ത്രവാദി എന്നാൽ ഞങ്ങൾക്കും ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു മന്ത്രമല്ല കാണിച്ച്, അത്ഭുതമല്ല കാണിച്ച്, അതേപോലെ തന്നെ അതേ രീതിയിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇന്നും ഈ വ്യാപാരം ദൈവസഭയിലും ദൈവമക്കളുടെ ഇടയിലും ഉണ്ട്. പക്ഷെ പരാജയം എവിടാന്ന് ചോദിച്ചാൽ ഇത് റിയൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് ദൈവമക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളിത് രാത്രി? കൃത്രിമത്വം കാണിച്ചു. പക്ഷെ അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിഴുങ്ങിക്കളഞ്ഞു. കൃത്രിമമായ പരിപാടികളൊന്നും നിലനിൽക്കത്തില്ല. സ്തോത്രം. ദൈവശക്തി വെളിപ്പെടുമ്പോൾ, ദൈവിക അധികാരം വെളിപ്പെടുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ എന്തു ചെയ്യും? ഇല്ലാതാകും. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടത് നിലനിൽക്കുന്ന ഒരു വിടുതലാണ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഏതെങ്കിലുമൊക്കെ ആമേൻ ലുടുക്കു പരിപാടി കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചില നാളുകളിലേക്ക് ഒരു ആശ്വാസവും വിടുതലും അല്ല നമുക്ക് വേണ്ടത്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന വിടുതൽ, അതിനൊരു വലിയ വിലയുണ്ട്. അത് ദൈവം നമുക്ക് തരാൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, ബൈപ്പാസുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട, അത്ഭുതം അങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് പ്രാപിക്കണം. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കുക. ശ്രദ്ധിച്ചേ, ആമേൻ. സ്തോത്രം. യാതൊരു വിധമായ കൃത്രിമത്വവും ദൈവമക്കൾ പരീക്ഷിക്കാൻ പോകരുത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിനെ 34 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ചിന്തയുടെ വിചിന്തനമായതുകൊണ്ട് വാക്യങ്ങൾ വായിക്കണം. നമ്മൾ ആ നിലയിൽ ചിന്തിച്ചാണ് പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. 5-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു. നമുക്കറിയാം പത്രോസിന്റെയും യോഹന്നാന്റെയും ഒരു പശ്ചാത്തലമാണ്. നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്നില്ല. അവരെ പിടിച്ച് കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അവരെ വിസ്തരിക്കുന്ന രംഗമാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ഈ നാളുകൾക്ക് മുമ്പേ തൂതിയാസ് എന്ന ഒരു ഉദാഹരണം അവിടെ പറയുക. ഈ നാളുകൾക്ക് മുമ്പേ ആരാ ഇത് പറയുന്നേ? ഗമാലിയേലാ ഇത് പറയുന്നത്. ഈ നാളുകൾക്ക് മുൻപേ തൂതിയാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദാ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെയും രണ്ടുപേരെ അവിടെ പറയുക. അവർ രണ്ടുപേരും ന്യായമല്ലാത്ത രീതിയിൽ, ദൈവികമല്ലാത്ത രീതിയിൽ എഴുന്നേറ്റ് അവൻ്റെ കൂട്ടത്തിൽ കുറേ പേരെ കൂട്ടി അത്ഭുതവും അടയാളവും ഉപദേശങ്ങളും കാണിച്ച് കുറേ പേരെ നേടി. ഒടുവിൽ അവർക്ക് വന്ന അവസാനം എന്തുവാ? അവനും നശിച്ചു, അവൻ്റെ കൂടെയുള്ളവരും നശിച്ചു. ഗമാലിയേല് ഇതൊരു ഉദാഹരണമാക്കി പറയുക. അങ്ങനെ സ്വന്തം കയ്യിൽ നിന്നാണ് ഇവരിത് ചെയ്യുന്നതെങ്കിൽ പത്രോസും യോഹന്നാനും നശിക്കും. അതാണ്, ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. അടുത്ത വാക്ക്, ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടും. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചേ. ഈ ആലോചനയോ പ്രവൃത്തിയോ
മാനുഷ്യമെന്നു വരികിൽ അത് നശിച്ചു പോകും, ദൈവികമെങ്കിലോ അത് നശിപ്പിപ്പാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമുക്ക് ഏത് അത്ഭുതമാണ് വേണ്ടത്? നമുക്ക് ഏത് വിടുതലാണ് വേണ്ടേ? നിലനിൽക്കുന്ന ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയും? ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി ഏതെങ്കിലുമൊക്കെ വിധത്തിലൊരു വിടുതൽ പ്രാപിക്കാനായിരിക്കരുത് നമ്മുടെ ഉപവാസം. അല്പം കാത്തിരിക്കേണ്ട വന്നാലും, അല്പം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട വന്നാലും, ഒന്ന് കരയേണ്ട വന്നാലും, എൻ്റെ വിടുതൽ എനിക്ക് ദൈവത്തിൽ നിന്ന് തന്നെ പ്രാപിക്കണമെന്നുള്ള ഒരാഗ്രഹം ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ടാകണം. ഞാൻ ഈ വിഷയം ഇവിടെ പറയാനുള്ള പ്രധാന കാരണം അതുതന്നെയാണ്. ഒത്തിരി കള്ള വിടുതലുകൾ, ആമേൻ, വ്യാജമായ വിടുതലുകൾ, ദൈവത്തിൽ നിന്നല്ലാത്ത വിടുതലുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കാണാനും കേൾക്കാനും കഴിയും. ആ അത്ഭുതമായിരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാപിക്കണം. കർത്താവേ, പ്രാർത്ഥിക്കണം, കർത്താവേ, വഴിതെറ്റാതെ നിന്റെ വഴിയിൽ നിൽക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. സ്തോത്രം. ഇന്നുകൊണ്ട് ഇങ്ങനത്തെ വ്യാജ ആത്മാക്കൾ, വചനം വളരെ വ്യക്തമായി നമുക്ക് തെളിവ് തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 24 മുതലുള്ള വാക്യങ്ങൾ, 24 മുതലുള്ള വാക്യങ്ങൾ. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ചെറുതല്ല. നമ്മൾ അമ്പരക്കത്തക്കവണ്ണം, നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. സ്തോത്രം. അന്നേരം കണ്ടിട്ട് എന്തോ ചെയ്യണം? നമ്മുടെ നിലപാട് വ്യക്തമാക്കണം. അവർ പ്രാപിച്ചോട്ടെ, പക്ഷെ എനിക്ക് ആ വിടുതൽ വേണ്ടെന്ന് പറയണം. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. അവിടെ ആരെ തെറ്റിക്കാനാ? കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി. So that if possible even the saints must be tricked. ട്രിക്കിനകത്തുപെടുത്തും. സ്തോത്രം. എന്തോ ചെയ്യും? ട്രിക്കിനകത്തുപെടുത്തും. ട്രിക്ക് ചെയ്ത് കളെ, നമ്മളെ കൺഫ്യൂസ് ചെയ്ത് കളെ. നമ്മുടെ കൺമുമ്പിൽ എന്തോരം ഉദാഹരണങ്ങളുണ്ടല്ലയോ? സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളോ. ഇപ്പോൾ വന്നാൽ ഇപ്പോൾ ഇത് കിട്ടും, അത് കിട്ടും. ഒരു 2 ആഴ്ച വന്ന് ആരാധിച്ച് നോക്ക്, 3 ആഴ്ച വന്ന് ആരാധിച്ച് നോക്ക്, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ട്രിക്ക് ചെയ്യും. എൻ്റെ പൊന്നു പ്രിയരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ അതല്ല. നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ അത്ഭുതങ്ങളുടെ പുറകെ പോകേണ്ടവരായിരിക്കരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ആമേൻ. സ്തോത്രം. അവിടെ ആ തെറ്റിക്കുക എന്നുള്ള വാക്ക് നിങ്ങൾ കണ്ടോ? സ്തോത്രം. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, തെറ്റിപ്പാനായി. പറഞ്ഞേ. ഡിസീവ് എന്ന വാക്കാ കൊടുത്തിരിക്കുന്നത്. എന്തുവാ? ഡിസീവ്. ഡിസീവ് ദ വെരി എലക്ട്. ആ ഡിസീവ് എന്ന വാക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്. സത്യത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിച്ച് വിടുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ വിഷയം എന്താ? അത്ഭുതമാണ്. പക്ഷെ വ്രതനെ തെറ്റിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ഫേക്കായിട്ട് ചെയ്യുമ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ പുറകിൽ നീ വിടുവിക്കപ്പെടണമെന്നല്ല പിശാച് ആഗ്രഹിക്കുന്നത്. പിന്നെ സത്യത്തിൽ നിന്ന് നീ തെന്നി മാറണം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു വീട് തരുന്നതോ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നൊന്നും അല്ല പിശാചിന് വിഷയം. സാത്താൻ്റെ വിഷയം നമ്മൾ സത്യത്തിൽ നിന്ന് തെന്നി മാറണം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? റോം എബൌട്ട്. നമ്മൾ എന്താ പറയുന്നേ? അലഞ്ഞും തിരിയണം, വട്ടം തിരിയണം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പറയുന്നത്, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. അവൻ്റെ തന്ത്രം നമുക്ക് രോഗസൗഖ്യം വരുന്നതോ
നമ്മുടെ വീട്ടിൽ കാറ് വരുന്നതോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിസ കിട്ടുന്നതോ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി ഫേക്ക് വിടുതലുകൾ നൽകിയിട്ട് നമ്മളെ സത്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? തെറ്റിച്ച് കളയണം. ഹല്ലേലൂയ. അപ്പൊ അത്ഭുതങ്ങളുടെ പുറകെ പോകുന്ന, അത്ഭുതങ്ങളെ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെ തെറ്റിക്കാൻ എളുപ്പമാണ്. പക്ഷേ വ്യവസ്ഥ അറിയാവുന്നവൻ ദൈവത്തിൽ നിന്ന് മാത്രമേ വിടുതൽ ഏറ്റെടുക്കത്തുള്ളൂ. വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ദൈവം തരുന്ന സമയത്ത് ദൈവികമായ വിടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പ്രാപിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം സ്തോത്രം 12-ാം അധ്യായത്തിന് 9, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന് നമ്മൾ കാണുന്നുണ്ട്. തെറ്റിച്ച് കളയുക, തെറ്റിച്ച് കളയുക. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുക. പിശാച് എവിടെ നിന്നാണ് തെറ്റിച്ച് കളയുന്നത്? ലക്ഷ്യത്തിൽ നിന്ന്. ശ്രദ്ധിച്ചേ, ഞാൻ ഇപ്പോഴും ആവർത്തിക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിടുതലിനൊക്കെ ദൈവം നമ്മളെ സഹായിക്കും. പക്ഷെ വിടുതൽ കിട്ടിയില്ല, ഉടനെ അപ്പുറത്ത് കണ്ട വേറൊരു വഴി കണ്ടു, അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ മാറിപ്പോകുന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നാണ്. നമ്മുടെ ലക്ഷ്യം വിടുതലാണോ നിത്യതയാണോ? നിത്യതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ വിടുതലിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട, അത്ഭുതം നമ്മുടെ പുറകെ വരും. സ്തോത്രം. അവിടെ ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുക, അതാണ് നമ്മുടെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ പാപം. പാപം എന്താണ്? പാപം. ഹമാർട്ടിയ. ഹമാർട്ടിയ എന്ന വാക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ടു മിസ് ദ മാർക്ക്. ലക്ഷ്യം തെറ്റിക്കുക, വയലേറ്റ് ഗോഡ്സ് ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, തിരിഹിതമല്ലാത്ത വിടുതലുകൾ എനിക്ക് വേണ്ട, തിരിഹിതമല്ലാത്ത അത്ഭുതങ്ങൾ എനിക്ക് കാണണ്ട, തിരിഹിതമല്ലാത്ത ഉയർച്ച എനിക്ക് വേണ്ട. എൻ്റെ കൃപ നഷ്ടപ്പെടുന്ന, എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന, എൻ്റെ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഒരു നന്മയും എനിക്ക് വേണ്ട. നീ തരുന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പേര് പറയാൻ ഒന്നും വേണ്ട. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതായിരിക്കണം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 1 യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ശോധന ചെയ്യണം. എല്ലാ പ്രവചനങ്ങളും ഞാൻ പറഞ്ഞല്ലോ ദൈവികമല്ല. എല്ലാ വിടുതലുകളും പറഞ്ഞേ ദൈവികമല്ല. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തൊന്ന് ഉറങ്ങുവാണെന്ന് ചോദിച്ചേ. നമുക്ക് ദൈവിക വിടുതൽ മതിയെന്ന് പറ. സ്തോത്രം. ഈ വേദപുസ്തകത്തിൽ ഒരു പദമുണ്ട്, വെളിച്ചദൂതൻ. കേട്ടിട്ടുണ്ട്? എത്ര പേര് കേട്ടിട്ടുണ്ട്? ആരാ ഈ വെളിച്ചദൂതൻ? കേട്ടില്ല. വെളിച്ചം തരുന്ന ദൂതൻ. കേട്ടില്ല. വെളിച്ചദൂതൻ ആരാ? 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 13-14 വാക്യം. 2 Corinthians chapter 11, 13 and 14 verses. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമല്ല എന്ന് പറഞ്ഞാൽ കള്ള അപ്പോസ്തലന്മാരെയും കള്ളവേലക്കാരെയും ആമേൻ ഇങ്ങനെ കാണുന്നവരെ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മനുഷ്യൻ മാത്രമല്ല, ദൂതന്മാരുൾപ്പെടെ കപടവേഷം ധരിക്കും. അതാ എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പൊ വെളിച്ചദൂതൻ ആരാ? കേൾക്കുന്നില്ല? തെറ്റാ. അലറുന്ന സിംഹം എന്ന പോലെ ആര് വരുന്നു? സാത്താൻ. അലറുന്ന സിംഹമാണോ സാത്താൻ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സാത്താൻ താനും
വെളിച്ചദൂതന്റെ വേഷം. അപ്പം വെളിച്ചദൂതന്റെ വേഷം ധരിക്കണമെങ്കിൽ വെളിച്ചദൂതനുണ്ട്. അതാരാ? ദൈവദൂതൻ എന്ന് പറയാം, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഉറവിടം. ആരാ? വായിച്ചേ, 1 യോഹന്നാൻ 1:5. 1 യോഹന്നാൻ 1:5. ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാകുന്നു. വെളിച്ചമാകുന്ന ദൈവം, ദൈവത്തോട് കൂടെയുള്ള ദൂതന്മാർ. അതൊരു മെറ്റമോർഫിക്കൽ എഴുത്താത്. അത് ഞാൻ പറയാം. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവിടെ ദൂതന്റെ ഒരു പേരല്ല ഈ വെളിച്ചദൂതൻ എന്ന് പറയുന്നത്. അതൊരു ഡിസ്ക്രിപ്ഷനാ, മനസ്സിലാകാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ വെളിച്ചം എവിടുന്നേ വരുന്നുള്ളൂ? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് നമ്മൾ വായിച്ചത്. വെളിച്ചം, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. ഇനി യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17 വായിച്ചേ. 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന്, അടുത്ത വാക്ക, വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ വെളിച്ചം ആരാ? ദൈവത്തോട് കൂടെയുള്ള ദൈവത്തിന്റെ ദൂതന്മാർ. ദൈവം വെളിച്ചം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ ദൂതന്മാരെ എന്തു വിളിക്കാം? വെളിച്ചദൂതൻ. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ കാണുന്നത് സാത്താൻ താനും ഈ പേരിൽ വെളിപ്പെടുന്നു. ഏത് പേരിൽ? വെളിച്ചദൂ എന്ന് പറഞ്ഞാൽ ദൈവം വെളിച്ചമാണെന്ന് നമുക്കറിയാം. ദൈവ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവസ്നേഹം നമ്മൾ കൊതിക്കുന്നുണ്ട്. ഏതു വിധത്തിലും ഈ സ്നേഹബന്ധത്തെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, യേശു സ്നേഹിക്കുന്നത് പോലെ, യേശു കരുതുന്നത് പോലെ വെളിച്ചത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ, ആരാധനയെ മാനിപ്പുലേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പിടി കിട്ടുന്നുണ്ടോ? അറിയത്തില്ല ഇത് ദൈവമാണോ പിശാചാണോ എന്ന്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഇതിന് പ്രത്യേകിച്ചൊരു അനുവാദം ഒന്നും വേണ്ട. പുള്ളി ഏത് സമയത്തും വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. നമ്മുടെ മുമ്പിലിരുന്ന് അന്യഭാഷ പറയുന്നയാള് വെളിച്ചദൂതന്റെ വേഷത്തിലിരിക്കുന്നവനാണോ എന്നറിയണമെങ്കിൽ നമ്മുടെ അകത്ത് യഥാർത്ഥ ആത്മാവ് വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീക ലോകം കൈകാര്യം ചെയ്യുന്നത് വെളിച്ചദൂതന്റെ വേഷമുള്ള പിശാചാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്തോത്രം, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകത്തില്ല. കാരണം നമുക്കറിയാവുന്ന ഏത് വെളിച്ചമാ? ദൈവമാകുന്ന വെളിച്ചം, ദൈവികമായ പ്രവൃത്തികൾ. ഇതേപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംവിധാനം ആരൊരുക്കും? പിശാച് ഒരുക്കും. അതാണ് വെളിച്ചദൂതന്റെ വേഷം. ഒറ്റ നോട്ടത്തിൽ കണ്ട ഭയങ്കര ആത്മീകമാ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സ്നേഹമാ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കൃപയാ, ഒറ്റ നോട്ടത്തിൽ കണ്ട കൃപാവരമാ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ശക്തിയാ. പക്ഷേ അതിൻ്റെ പുറകിൽ മറഞ്ഞു നിൽക്കുന്നത് പൈശാചിക വ്യാപാരമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കളെ ഓർത്തോണം, എല്ലാ വിടുതലുകളുടെ പുറകെയും പോയി ചെന്ന് തലവെക്കരുത്. വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട ഒന്നിനോടും നമ്മൾ കൈ കൊടുക്കരുത്. വളരെ ശ്രദ്ധിച്ച്. സാത്താൻ നമ്മുടെ വെളിച്ചത്തോടുള്ള സ്നേഹത്തെ മുതലെടുക്കാൻ അനുവദിക്കരുത്. എന്നോട് പറഞ്ഞാൽ, വെളിച്ചമാരാ? ദൈവം. വേഷം കെട്ടലുണ്ടാക്കും. ഞാൻ ചോദിക്കട്ടെ, ആരോടും പറയാത്ത ഒരു ദൂത് ആദ്യമായിട്ട് സഭയെ വന്നിരിക്കുമ്പം നമ്മുടെ തലയെ കൈവച്ചാൽ പറയും, ആ മനുഷ്യനിൽ എന്തോ ഉണ്ടെന്ന് പറയും, ദൈവാത്മാവുണ്ടെന്ന് പറയും. അത് ആരെയും കുറ്റം പറയാൻ പറ്റുന്നേ? ആരെയും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ബലഹീനതയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആരോടാ? ദൈവത്തോട്. ഞാൻ എപ്പോഴും ആമേൻ സ്തോത്രം
പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, തിരിഹിതമല്ലാത്തവരാരും എൻ്റെ തലയെ കൈവെക്കരുത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? തിരിഹിതമല്ലാത്ത, ദൈവമേ ഇടപെടാത്ത ഒരാൾ പോലും എന്നോട് ആലോചന പറയരുത്. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കണം. കാരണം ആലോചന കേട്ടും പ്രവചനം കേട്ടും വിടുതലിൻ്റെ പേരിൽ പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി ഹൃദയംഗമായി ദൈവത്തോട് പറയണം, കർത്താവേ, നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കണം, നിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ ബലപ്പെടണം, നിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് നേരിട്ട് കേൾക്കണം, നീയാണ് ഞങ്ങളെ ശക്തീകരിക്കേണ്ടത്. വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരുന്ന സാത്താൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, ഒന്നും കൂടെ പറയാം, ദൈവത്തെ റീപ്ലേസ് ചെയ്യാൻ ആര് ശ്രമിക്കും? സാത്താൻ. പറഞ്ഞേ, ദൈവത്തെ എന്ത് ചെയ്യും? ദൈവം തരുന്നത് പോലെ സമാധാനം തരാൻ ആദ്യമൊക്കെ ആര് ശ്രമിക്കും? കാരണം അറ്റ് എനി കോസ്റ്റ്, എങ്ങനെയും നിങ്ങളുടെ ലക്ഷ്യത്തെ ആർക്ക് തെറ്റിക്കണം? പിശാചിനെ തെറ്റിക്കണം. ഇതൊരു പാറ്റേണാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിശാച് വീഴാനുള്ള കാരണം എന്നാ? ദൈവത്തിന് പകരമായി ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചത് കൊണ്ടാണ്. അത്യുന്നതന്റെ സിംഹാസനത്തോട് സമനാകാൻ പോയത് കൊണ്ടാണ്. ഇനി നിങ്ങൾ മഹോപദ്രവകാലത്തിലേക്ക് വന്നേ, ആദ്യത്തെ 3.5 വർഷം എന്തുവാ? സ്വസ്ഥതയും സമാധാനവുമാണ്. അടുത്ത 3.5 വർഷമാണ് പിന്നെ എന്ത് തുടങ്ങുന്നേ? പ്രശ്നം തുടങ്ങുന്നേ. അപ്പൊ ഏത് വിധത്തിലും ഒരു വ്യക്തിയെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് ഹമാർട്ടിയ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കണം. അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എന്തോ വന്നാലും എനിക്ക് ദൈവത്തിൽ നിന്ന് വിടുതൽ മതി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എനിക്ക് ബൈപ്പാസ് ചെയ്യണ്ട. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം മടങ്ങിപ്പോകാൻ. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. കർത്താവേ, സാത്താൻ ഒരുക്കുന്ന നന്മ എനിക്ക് വേണ്ട. സാത്താൻ്റെ ലളിതമായ പരിപാടികൾ എനിക്ക് വേണ്ട. ഞാൻ ഇച്ചിരി കരയേണ്ട വന്നാലും, ഞാൻ ഇച്ചിരി വേദനിക്കേണ്ട വന്നാലും എൻ്റെ ദൈവത്തിൽ നിന്നുള്ള വിടുതൽ എനിക്ക് മതിയെന്ന് ഈ രാത്രി വിളിച്ചു പറയുന്ന എത്ര ദൈവമക്കളുണ്ട്? എൻ്റെ ദൈവത്തെ എനിക്ക് റീപ്ലേസ് ചെയ്യണ്ട. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. വളരെ വളരെ ഗൗരവമുള്ളൊരു വിഷയം. ഒത്തിരി പേര് തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ ഇറക്കി കൊണ്ടുവന്നത്. ആമേൻ, സ്തോത്രം. പല കാര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ഏദൻ തോട്ടത്തിലേക്ക് വന്നേ. ഏദൻ തോട്ടത്തിൽ പിശാച് എന്നാ ചെയ്തത്? നിങ്ങൾ ദൈവത്തെ പോലെ, അതല്ലേ പറഞ്ഞത്? വേറെന്തെങ്കിലും പറഞ്ഞോ? അവൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്തുവാ? ദൈവത്തെ പോലെ. റിയൽ ഗോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കണം. അതിന് കുറെ അത്ഭുതങ്ങളും അടയാളങ്ങളും എവിടെയെങ്കിലും കാണിക്കും. ഇത് യേശുവാന്ന് പറഞ്ഞാൽ പുറകെ പോകരുത്. സ്തോത്രം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2-ാമത്തെ വാക്യം വേഗം, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. 2 തെസ്സലോനിക്ക 2:2. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചേ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ, ആ വാക്ക് ശ്രദ്ധിച്ച്, ഞങ്ങൾ എഴുതിയെന്നുള്ള ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടുകയും അരുത്. വായിച്ചേ. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ, വാക്ക് ശ്രദ്ധിച്ചോണം, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ചു. അപ്പൊ പുള്ളിയുടെ പരിപാടി അറ്റ് എനി കോസ്റ്റ് എന്ത് ചെയ്താലും ആരെ റീപ്ലേസ് ചെയ്യണം? അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്ത, ഉപവസിക്കാത്ത, സഭായോഗത്തിന് മാത്രം വന്ന് ആശ്വസിക്കുന്നവരുടെ മുമ്പിൽ അത്ഭുതവും വിടുതലും കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ വചന പരിജ്ഞാനം ഇല്ലാത്തവരെല്ലാം കൂടെ എന്തോ ചെയ്യും? അതിൻ്റെ പുറകെ പോയി അവിടുന്ന് 2 വിടുതലും പ്രാപിച്ച് 2 സാക്ഷ്യവും പറഞ്ഞ് തൃപ്തിപ്പെടും. അടുത്ത ആഴ്ച ഒരു പ്രശ്നം വരുമ്പോൾ എന്തോ ചെയ്യും? പുള്ളി കൈമലർത്തി കാണിക്കും. അന്നേരം അവിടുന്നുള്ള വിശ്വാസവും പോകും. പക്ഷെ ദൈവവൈദ്യൻ്റെ ഉറപ്പ് എന്നറിയാമോ? ഇങ്ങനെ ഞാൻ അവസാനിച്ചാലും എൻ്റെ ദൈവത്തെ ഞാൻ കാണും. ഇന്ന് രാത്രി അങ്ങനെ ഒരു നിലപാട് നമ്മുടെ അകത്തുണ്ടാകട്ടെ. നമ്മൾ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. പക്ഷെ വ്യാജമായ അത്ഭുതങ്ങളുടെ പുറകെ നമുക്ക് പോകണ്ട.
വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവമെന്ന് നടിച്ച്, ദൈവമെന്നോ പൂജാവിഷയമെന്നോ എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ തക്കവണ്ണം. ഇന്ന് പല ആരാധനയും സ്വീകരിക്കുന്നത് ആരാ? ഞാൻ എന്തെങ്കിലും ആരാധനയുടെ വിഷയം പറയുന്നറിയാമോ? ഈ ലൂസിഫർ ആരായിരുന്നു? പ്രധാനപ്പെട്ട ദൂതന്മാർ 3 ആയിരുന്നു: ഗബ്രിയേൽ, മീഖായേൽ, ലൂസിഫർ. 3 പേർക്കും പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്തങ്ങളാണ് ദൈവം ഏൽപ്പിച്ചേ. ഒന്ന്, മെസ്സഞ്ചർ. ആരാ? ഗബ്രിയേൽ. 2 മിഖായേൽ. അവൻ്റെ പരിപാടി എന്തുവാ? ഫൈറ്റ് ചെയ്യുക. 3 ലൂസിഫർ. അവനെ ഏൽപ്പിച്ചിരുന്നത് വേർഷിപ്പായിരുന്നു. അവൻ്റെ ചിറകുകളുടെ അടിയിൽ വാദ്യ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. സകലവിധ മാന്യതയും കൊടുത്ത് സൗന്ദര്യമുള്ളവനായിട്ട് അവനെ സൃഷ്ടിച്ചു. അവനെ വെട്ടിയിട്ടപ്പോഴും അവൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നതിനകത്തെന്നറിയാമോ? ആരാധനയ്ക്കകത്താണ്. ഇന്ന് രാത്രി ഞാൻ ഗൗരവത്തോടെ നിങ്ങളോട് പറയാം, എല്ലാ അന്യഭാഷയും പരിശുദ്ധാത്മാവിലുള്ളതല്ല. എല്ലാ ആരാധനയും സ്വീകരിക്കുന്നത് ദൈവമായിരിക്കത്തില്ല. ഇന്ന് രാത്രി വിവേചിച്ച് ദൈവിക വ്യവസ്ഥയിൽ, ദൈവികമായ പ്രമാണത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു വാക്യം കൂടെ വായിച്ചേ. 9-ാമത്തെ വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇന്ന് രാത്രി ഓർത്തോണം. ഇന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇന്ന് നമ്മൾ ചിന്തിച്ച ഭാഗത്തു നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, നീ തരാത്ത ഒരു വിടുതലും എനിക്ക് വേണ്ട, നിന്റെ ഹിതമല്ലാത്ത ഒരു നന്മയും എനിക്ക് വേണ്ട. പക്ഷേ നിങ്ങൾ ഓർത്തോണം, ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പം നമ്മുടെ നടുവിൽ അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. അവിടെ 7-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? 5 മുതൽ, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് നിങ്ങൾ ഓർക്കുന്നില്ല. അടുത്ത വാക്യം, അവൻ സമയത്തിന് മുൻപേ ആരാ? അധർമ്മമൂർത്തി, സാത്താൻ, ആന്റി ക്രൈസ്റ്റ്. അധർമ്മമൂർത്തി സമയത്തിനു മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? തടുക്കുന്ന ഒന്നുണ്ട്. അവൻ വന്നിട്ടില്ല, പക്ഷേ അവൻ്റെ മർമ്മം, അവൻ്റെ വ്യാപാരം ഇപ്പോഴും എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അതാ അടുത്ത വാക്യം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം ചെയ്യണം. ആരാ തടുക്കുന്നവൻ? പരിശുദ്ധാത്മാവാ തടുക്കുന്നത്. എന്തിനാ തടുക്കുന്നത്? നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് തടുക്കുന്നേ. ഒന്നുകൂടെ പറഞ്ഞാൽ, സഭ ഇവിടെ എടുക്കപ്പെടുന്നത് വരെ അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുമ്പോഴും അധർമ്മമൂർത്തിയെ തടയുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി നമുക്ക് വ്യാജം വേണ്ട. ഇന്ന് രാത്രി നമുക്ക് സത്യസന്ധമായ ജീവിതം മതി. ഇന്ന് രാത്രി അല്പ വിടുതലിനു വേണ്ടി, സ്തോത്രം, എന്തെങ്കിലുമൊക്കെ അല്പ ആശ്വാസത്തിനു വേണ്ടി വ്യവസ്ഥ വിട്ട ഒന്നും ദൈവമക്കളെ നമുക്ക് വേണ്ട. ഈ രാത്രി കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചേ, കർത്താവേ, എന്നെ വിടുവിക്കാൻ അവിടുന്ന് ശക്തനായ ദൈവമാണ്, എന്നെ വിടുവിക്കാൻ അവിടുന്ന് സർവശക്തനാണ്. പക്ഷെ നിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ രാത്രി എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചില മിനിറ്റുകൾ ദൈവത്തോട് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അത്ഭുതങ്ങളാണ് ചിന്തിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നിന്റെ വീര്യപ്രവൃത്തികൾ ആഗ്രഹിക്കുമ്പോൾ, കർത്താവെ, മാനിപ്പുലേറ്റ് ചെയ്യാതെ, സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക് ലഭിക്കത്തക്ക നിലയിൽ ഈ രാത്രി എൻ്റെ ജീവിതം നിനക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ദൈവത്തോട് പറഞ്ഞേ. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ച്. എനിക്ക് ദൈവശബ്ദം കേൾക്കണം. എനിക്ക് ദൈവിക വിടുതൽ ആവശ്യമാണ്. എനിക്ക് അത്ഭുതം കാണണം. പക്ഷേ കർത്താവേ, അത് നിന്നിൽ നിന്ന് പ്രാപിക്കണം. വേഷം കെട്ടലുകൾ വേണ്ട, മാനിപ്പുലേഷനുകൾ വേണ്ട, ഡ്യൂപ്ലിക്കേഷൻസ് വേണ്ട. യാഥാർത്ഥ്യമായ ജീവന്റെ ഉറവിൽ നിന്ന് എനിക്കത് പ്രാപിക്കണമെന്ന് രാത്രി ദൈവത്തോട് പറ. താങ്ക് യു ജീസസ്.
റാൽബാന ഖഠന റമന ഘടകസി. ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് എന്നെ വിടുവിക്കണം, എന്നെ സഹായിക്കണം. എൻ്റെ ലക്ഷ്യം തെറ്റരുത് കർത്താവേ, എൻ്റെ ലക്ഷ്യം തെറ്റരുത്. ഹമാർട്ടിയ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, മാർക്ക് മിസ് ചെയ്യരുത്. ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്ന ദൈവത്തോട് പറഞ്ഞാൽ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ ഇടപെട്ട ദൈവവചനത്തിനായി സ്തോത്രം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ, വേർപാടിന് വേണ്ടി നിൽക്കാൻ, പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ, വ്യവസ്ഥയ്ക്ക് വേണ്ടി നിൽക്കാൻ, അങ്ങിൽ നിന്ന് നന്മ പ്രാപിക്കുവാൻ, അങ്ങിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ആവശ്യം വിടുതലാണ്. ഞങ്ങളുടെ മുൻപിൽ വിഷയങ്ങളുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ പരിഹരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇന്ന് രാത്രി അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒന്നിനും കുറുക്കു വഴി അന്വേഷിക്കത്തില്ല. പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിച്ച്, ഉപവസിക്കേണ്ടടുത്ത് ഉപവസിച്ച്, അങ്ങയുടെ ആലോചന പ്രകാരം ജീവിതം പണിയാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സഭാ കുടുംബങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി തലവണക്കിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവകരം ചലിക്കണമേ. ജോമൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായ വാർത്ത കേൾക്കുവാൻ, ദൈവപ്രവൃത്തി കേൾക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലമാറയിൽ ദൈവം ഇടപെടണമേ. അതിൻ്റെ എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾ ദൂരീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. വഴി തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്ന കുടുംബമായി സഹായിക്കണമേ. കർത്താവ് റോഹിമൃതനായ സ്തോത്രം. യാത്രയിൽ കൂടെ ഇരിക്കണം, ദൈവകൃപയിൽ മറയ്ക്കണമേ. കുടുംബമായി ദൈവം സഹായിക്കണമേ. സ്നേഹസിനെ ദൈവം ബലപ്പെടുത്തിക്കാട്. വിശേഷാൽ കർത്താവ് ഞങ്ങൾ റിജോച്ചാനായി സ്തോത്രം ചെയ്യുന്നു. ദൈവശക്തിയിൽ സൂക്ഷിക്കുന്ന നാട്ടിൽ പോയിരിക്കുന്നല്ലോ, കൃപയിൽ താങ്ങണമേ. അവരുടെ യാത്രയിൽ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. ചെക്കപ്പുകളൊക്കെ നോർമലാകുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിക്കുന്നു. നാട്ടിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നങ്ങ് നാളെ കൂടി വരുന്നിടം വരെയും ചെറുകൻ്റെ മറവിൽ സൂക്ഷിച്ചാട്ട് ഈ വചനം ധ്യാനിക്കുവാൻ, ഈ വചനം പിന്നെയും അയവിറക്കുവാൻ, അതിൽ ബലപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചാട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു